ഹായ്. പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്ത് 2025 പുറത്തിറങ്ങിയ ഇത്തിരി നേരം എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ സിനിമയിലെ റോഷൻ മാത്യു, ജറിൻ ഷിഹാബ്, ആനന്ദ് മന്മഥൻ, നന്ദു തുടങ്ങിയവരാണ് മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് വിശാഖ് ശക്തിയാണ്. ഇപ്പോൾ ഈ സിനിമ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ഒരു കൊച്ചു സിനിമയാണ്. പക്ഷെ അതിൽ നല്ലൊരു ലവ് സ്റ്റോറി ഉണ്ട്. പിന്നെ അതിന്റെ സീക്വൻസുകളും പിന്നെ അതിന്റെ കൂടെ വരുന്ന ഒരു മ്യൂസിക് സ്കോറും കാര്യങ്ങളും ഒക്കെ നല്ല രസമുണ്ട്. അതായത് ഒരു ചെറിയ സിനിമയാണെങ്കിലും നമുക്ക് ബോറടിക്കാതെ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ. ഇതിന്റെ കഥ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു കൊച്ചു സിനിമയാണ്. അതായത് റോഷൻ പ്രസന്റിൽ ഉള്ളതാണ് കാണിക്കുന്നത്. റോഷന്റെ വിവാഹം കഴിഞ്ഞ് കൊച്ചിന്റെ മാമോദിസയുടെ പരിപാടിയുടെ തലേ ദിവസം ഇവന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന നന്ദു, അതേപോലെ ആനന്ദ് മാധവൻ, ഇവർക്കൊരു ചെലവ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ചെലവ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഇവനക്കൊരു കോള് വരികയാണ്. ഇവന്റെ പഴയ അതായത് എക്സ് കാമുകയുടെ ഒരു കോള് വരുന്നു. ആ കോൾ എടുത്ത് അറ്റൻഡ് ചെയ്യുന്നു. ആ കോളിൽ എടുത്ത് അറ്റൻഡ് ചെയ്ത ശേഷം ആ കൊച്ചിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. പിന്നെ അവർ തമ്മിൽ കുറെ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ പഴയ കാര്യങ്ങളും പഴയ ആ ഒരു പ്രണയത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിലിടയ്ക്ക് ഇവരൊരു ബാറിൽ പോയിട്ട് വെള്ളം അടിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ പോയി വെള്ളം അടിച്ചിട്ട് ഇവര് യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അടുത്ത ബാറിൽ പോയിട്ട് അവിടുന്ന് വെള്ളമടിക്കുന്നു. അവിടുന്ന് വെള്ളമടിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഓട്ടോ കയറുന്നുണ്ട്. ആ ഓട്ടോ കയറിയതിന് ശേഷം പെണ്ണ് ഫ്ലാറ്റ് ആണ്, അതായത് അടിച്ച് പമ്പിൽ ഇറങ്ങി മൊത്തത്തിൽ ഡൗൺ ആയിപ്പോയി. അപ്പൊ ഇതേ സമയത്ത് തന്നെ നമ്മുടെ നന്ദുനെയും അതേപോലെ മന്മഥൻ, ഇവർക്ക് ഒരു പാട്ട് കൊടുക്കുന്ന കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് ഓൾറെഡി ഒരു പാർട്ടിയിൽ ഒരു എനിക്കായിരിക്കും. അപ്പൊ ഇങ്ങനെ വിളിച്ച് പറയും, ഇങ്ങനെ ചെറിയൊരു സീൻ വന്നിട്ടുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നന്ദും ആനന്ദും കൂടിയിട്ട് ഇവിടെ ആ ഒരു ഗ്യാങ്ങിലോട്ട് വരികയാണ്. കാരണം ഇവളടിച്ച് കോഞ്ഞാട്ടായി പോയി. ആ സീനൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതായത് ആ ഒരു പ്രണയത്തിന്റെ നിരാശയും അവർക്ക് ഒത്തുപോകാൻ പറ്റാത്തതിന്റെ, അതായത് അന്ന് ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ പിണങ്ങിയത് അത് ഒന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമായിരുന്നല്ലോ എന്നൊക്കെ മനസ്സിലാക്കിയിരുന്ന സീനുകളുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവള് അടിച്ചു കോഞ്ഞാട്ടായിപ്പോ എവിടെയാണ് താമസിക്കണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇവർ 3 പേരും കൂടിയിട്ട് ഇവളായിട്ട് കന്യാകുമാരി വരെ യാത്ര പോകുന്നു. അപ്പൊ ആ യാത്ര പോകുന്ന സമയത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. പ്രശ്നങ്ങൾ പറഞ്ഞാല് ചെറിയ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും എന്താന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കാത്ത കാരണം കൊണ്ടുണ്ടാവുന്ന ചെറിയ വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിലിടക്ക് ഇവരുടെ ഒരു ഇഷ്ടവും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു എന്താ പറയാ, ആ ഒരു യാത്രയിൽ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവള് യാത്ര പറഞ്ഞ് പോവുകയും ചെയ്യാണ്. അതായത് ഇവള് പുറത്ത് വിദേശത്ത് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഇവന്റെ മകന്റെ അതായത് കൊച്ചിന്റെ മാമോദിസക്ക് ഇവനും പോകുന്നുണ്ട്. അങ്ങനെ ഈ പടം അവസാനിപ്പിക്കുന്നു. അതായത് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ പണ്ടേ ഇവർ തമ്മിൽ ഒത്തുപോകാമായിരുന്ന ഒരു സംഭവത്തെ ചെയ്യാൻ പറ്റാത്തതിലുള്ള കുറ്റബോധം രണ്ടുപേർക്കുണ്ട്. കാരണം രണ്ടുപേരുടെയും മനസ്സിലെ ആ ഒരു പ്രണയം വീണ്ടും കണ്ടുമുട്ടിയപ്പോ ഒരു നിമിഷത്തേക്ക് തെറ്റ് പറ്റിയല്ലോ എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ സിനിമ എടുത്തു കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ അഭിനയിച്ചിട്ടുള്ളതാണെങ്കിലും നമ്മുടെ റോഷൻ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. നന്ദു ആണെങ്കിലും ആനന്ദ് മാധവൻ, പിന്നെ ജറിൻ ഷിഹാബ് അല്ലെ കഥാനായിക, ഇവരെല്ലാവരും നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ബോറടി ഒന്നും തോന്നില്ല. പക്ഷെ കുറച്ച് ലാഗാണ് പടം. 2 മണിക്കൂർ 20 മിനിറ്റോളം ഉണ്ട് ഈ സിനിമ. അത്രയും നീട്ടേണ്ട കഥയൊന്നുമില്ല. പക്ഷെ നമുക്കതങ്ങനെ തോന്നില്ല. അതൊരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അതായത് ഒന്ന് കഴിയുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രീതിയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അതിലിടക്ക് ഇവൾക്ക് ഉണ്ടായിട്ടുള്ള കുറെ ഡ്രാമകളും കാര്യങ്ങളും പറയുന്നുണ്ട് ഇവനോട്. അതിന്റെ ചില സംഭവങ്ങളൊക്കെ അവിടെ ഇവിടെ തുമ്പും തുള്ളും എന്നുള്ള രീതിയിൽ ഇട്ട് വെക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പടം കണ്ടിരുന്നപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ബോറടിച്ചു. പിന്നെ അതങ്ങനെ ഫുള്ളായിട്ട് കണ്ടിരുന്ന ഒരു സിനിമയാണ് കേട്ടോ ഈ ഇത്തിരി നേരം എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു സിനിമ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചെറിയൊരു ലവ് സ്റ്റോറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരാൻ പറ്റുന്ന പോലത്തെ ഒരു ചെറിയൊരു സിനിമയാണ്. എനിക്ക് കണ്ടപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അഭിപ്രായം അറിയിക്കണം. കാണുന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.